മുട്ട കാലത്ത് ഇടൂലേ? ഇതും പോയത് തന്നെയാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അപ്പാ ഞങ്ങൾ ഇറങ്ങുവാണേ. ആ അവനെയും കൂടെ കൊണ്ടുവെക്കോ. അവൻ രാവിലെ എങ്ങാണ്ട് പോയല്ലോ. നിങ്ങൾ കുളിച്ചാ? വേണ്ടായിരുന്ന കഴിക്കുമോളെ. അവള് കഴിച്ചു തന്നെ. ഒന്ന് ചോദിക്കോ? എന്ത്? 2 ദിവസം ഇപ്പൊ മുട്ട കാണാത്തത്. ഇതൊരു ശല്യമായല്ലോ. അവളെ അമ്മായിയുടെ ഒരു കോഴിയും മുട്ടയും. എന്നാ അത് കഴിക്കണമെങ്കിൽ ഇത് കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു തെണ്ണൂല്ലല്ലോ. നീ പൊടി. തീകലേക്ക് കൊണ്ട് വെച്ചേക്കുന്നോ? ആ ഉള്ളി എന്തേലും ആവട്ടെ. വാ. വർഗീസേ, ഒന്ന് ഇപ്പുറത്തേക്ക് വന്നേടാ. അപ്പനെന്തിയാ മോളെ? തോമസേട്ടന്റെ വീട്ടിൽ പോയിക്കാ. ബ്രിട്ടാസ് ഉണ്ടല്ലോ. അമ്മേ ദേ വിളിക്കണു. എന്താ ചോദിച്ചേട്ടാ? ഒന്നുമില്ല. അതെ ഞങ്ങളുടെ കോഴി വന്ന് നിന്റെ വീട്ടിൽ മുട്ടിയിട്ടാ? ഇല്ല. എന്താ ചേച്ചി? ഞാൻ പറഞ്ഞില്ലേ, വാ പോവാ. ഒന്ന് അവിടെ നിൽക്ക് വെച്ചാ. ഞാൻ കണ്ടല്ലേ നിങ്ങളുടെ സൺഷൈഡിൽ കോഴിയൊക്കെ എടുത്ത്. സൺഷൈഡിലോ? അന്ന് അവിടെ ഉണ്ടാവും. ആനി ആ സൺഷൈഡിലൊന്ന് കയറി നോക്കിയേ. എന്തിനാണ് പിന്നെ ഈ നാടകം കളിക്കണത്? നാടകോ? ചേച്ചി എന്താണ് ഈ പറയണത്? ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുതരില്ലേ? എന്തിനാ എന്റെ മേരി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുട്ടയുടെ കാര്യമല്ല, അവരെടുത്തോട്ടെ. നീ വാ. ഒന്നല്ല, ഇപ്പൊ 2ആയി. ജോർജ് ചേട്ടാ, ആ പറഞ്ഞത് ശരിയായില്ല. ചേച്ചി ഇങ്ങോട്ട് വന്നേ, നോക്കിട്ട് പോയാ മതി. എന്തോ അപ്പ അത്? അവക്കാരായിട്ട് കോഴി മുട്ടയിൽ സുദ്രം ചെയ്ത് കൊടുത്തെന്നാ തോന്നണേ. അല്ലാതെ നീ കയ്യിന്ന് വിട്. ഞാൻ സംശയം ചോദിച്ചാണ്. ഇതെന്താണ്? കേറി നോക്കിട്ട് പോയാ മതി. ഇവക്കടെ ഒരു കാര്യം വിടാൻ. നോക്കിട്ട് പോയാ മതി. കടയെ വിട്ട് വാങ്ങിപ്പിച്ചതാന്ന്. അവളൊരു കട. ചേച്ചി നീ അധികം വർത്താനം പറയാൻ നിൽക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. മതി. എടി കൊച്ചേ, നീ എന്ത് കാണാൻ നിൽക്കണം? ചേച്ചി, ഇത് നിങ്ങളുടെ കോഴിയുടെ മുട്ട. ഞാൻ പറഞ്ഞത് എന്തായി? മുട്ടതേ തട്ടിലി 1 അല്ല 2 എണ്ണം. എന്റെ പൊന്നു ചേച്ചി, അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാന്ന് പറഞ്ഞില്ലേ? പെണ്ണുമ്പളെ വേറെ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞല്ലോ. നിന്റെ പേരുടെ മോളെ കോഴി ഞാൻ കണ്ടതിൽ. എന്റെ ജോർജ് എന്തൊക്കെയാണ് ഈ പറയണത്? നീ എന്താടി പറഞ്ഞത്? നിന്റെ ജോർജ് നീ അങ്ങോട്ട് കയറി പോണത്? ഞാനിവിടെ ഒരു ബോർഡ് വെച്ചേക്കാം. കോഴികൾക്ക് പ്രവേശനം ഇല്ലാന്ന് പറഞ്ഞു. എന്റെ തീറ്റും തടി പോയതായിരിക്കും. നീ എന്നെ എന്തിനാണ് നോക്കി പഠിപ്പിക്കുന്നേ? എന്താ ജോലിയുടെ പ്രശ്നം? മുട്ട അല്ലാതെന്താ? എന്താടി പിന്നെ പ്രശ്നം? എന്റെ പൊന്നു ചേട്ടാ, ഈ തള്ള ഞാൻ മുട്ട കട്ടെന്ന് പറഞ്ഞിട്ട്. എടാ പറീസേ, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? എന്റെ മുട്ട അടിച്ചു പറ്റേണ്ട കാര്യമുണ്ടോ? ഒരു പ്രശ്നവും ഇല്ല വർഗീസ്. അത് എന്നെ ഇവിടുത്തെ പ്രശ്നം. എടി പിന്നെ നീ പോയി ചായ എടുത്തു ചെടി. ചായ മേരി, വീട്ടിൽ കയറി. വീട്ടിൽ കയറി മേരി. എന്നാ ഞങ്ങള് പോവാട്ടോ. വാ. ഞാൻ പറയുന്നില്ല. ഇങ്ങ് വന്നേ. അതെ,
ഞാൻ വിളിക്കാട്ടോ. ശരി, ബൈ. അമ്മേ ജീവനാകും പോയാ? ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിനക്കറിയാമോ? കാലത്ത് ഇറങ്ങി പോവും, രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് കയറി വരും. അതെ, പിന്നെ ആ വറീസിന്റെ ചെറുക്കനായിട്ടുള്ള കൂട്ടുകെട്ട് ഇന്നോടെ അവസാനിപ്പിച്ചോ. അമ്മക്കെന്താ പ്രാന്തായ? കാര്യം അന്വേഷിക്കാൻ വന്നേക്കണം. അവിടെ കഴിക്കാൻ ഏത് നേരം ടി വിയിലിട്ട് നോക്കിയിരിപ്പാണ്. ചെറുക്കൻ പറഞ്ഞ പോലെ നിനക്ക് പ്രാന്തായോടി? വന്ന് ക്ഷമ ചോദിക്കണം. കത്താർക്കാണ്? കത്തും കമ്പിയൊന്നല്ല. അതെ അവിടെ നിന്നേ. ഇനി നമുക്ക് ആ മേരിയുടെ വീട്ടുകാരായിട്ട് ഒരു ഇടപാടും വേണ്ട കേട്ടാ. നിങ്ങക്ക് എന്തിന്റെ കേടാണ്? കാലത്തൊരു കുഴപ്പമുണ്ടായില്ല. കുഴപ്പം കൂടുതലില്ലാണ്ടിരിക്കാനാണ് ഞാനീ പറഞ്ഞത്. കൂടെ ഒരു കോഴി ഇങ്ങോട്ട് വരട്ടെ, കൊന്നു വരവിക്കും ഞാൻ. അതെ, കോഴിക്കറിയാ ഫ്രൈ എന്തുവേണേലും വെക്ക്. ഇപ്പൊ കഴിക്കാൻ വല്ല ഉണ്ടാ? എന്തത്ര കളിക്കാൻ? അതെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. വന്നില്ലെങ്കിൽ ഇന്നിവിടെ സത്യം ചെയ്തിട്ട് എല്ലാരും കഴിച്ചാ മതി. എന്നാ കഴിക്കണില്ലെന്ന് സത്യം ചെയ്തേക്കാം. തിരിച്ചു ഓർഡടി. ചോറൊക്കെ പിന്നെ ആദ്യ സത്യപ്രതിജ്ഞ. ആ കൈ ഇങ്ങോട്ട് ഇവിടെ നീട്ടി. ഇലക്ഷൻ ജയിച്ചാ. ഡാ, നീ അവിടെ എന്തെടുക്കാ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാടാ, നിന്റെ തള്ളയുടെ സത്യപ്രതിജ്ഞ ഉണ്ടേ. നിനക്ക് ഇനി പ്രത്യേക ക്ഷണം വേണം. അമ്മ എന്തിനാ ചൂടാണ്? അവൾ അവിടെ ഇരുന്ന് കണ്ടാ പോരെ. പോരാ, ഇതേ കുടുംബം മുഴുവൻ വേണം. എന്നാ മോ മാത്രം ഒഴിഞ്ഞു മാറണ്ട. പിടിക്ക്. ഇന്ന് ഈ സമയം മുതൽ ഏറ്റു ചൊല്ലു മനുഷ്യ. അങ്ങാട് ചൊല്ലിയാ മതി. മേരിയുടെ വീട്ടുകാരുമായി ഞങ്ങൾക്ക് യാതൊരുവിധ ബന്ധവും ഉണ്ടാകുന്നതല്ല. ഈ വാക്ക് മാറണമെങ്കിൽ മേരി വന്ന് ക്ഷമ ചോദിക്കണം. പോയേ പിറ്റേന്നും പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. ഈ അമ്മക്ക് പ്രാന്താണ്. നീ ഒന്ന് പോയേ, ചോറ് വിളമ്പേ. ക്ഷമയുണ്ടാക്കാൻ നടക്കണ്. എന്താടി ഒരുമാതിരി? അയ്യാ, വെറുതെ വേല കളയാൻ വേണ്ടി. അയ്യോ, എന്തെങ്കിലും പറ്റിയാടാ? പ്രശ്നമില്ലടാ, ഇതിനുള്ള മരുന്നൊക്കെ എനിക്കറിയാം. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ കറക്കി കുടിച്ചാൽ മതി. ഇന്ന് നീ ഇവിടെ മുട്ടയിട്ടാ മതി. വലിച്ചു പൊട്ടിക്കാൻ നോക്കണ്ട. മുട്ടയിട്ട് കഴിഞ്ഞ് ഞാൻ അഴിച്ചു കിട്ടോളാം. നോക്കിയേ, അതെ, ഞാൻ ആ സ്ഥലത്തിന്റെ കാര്യം അറിയാൻ വന്നാണ്. എന്താ അറിയണ്ടേ? അത് എത്ര സെന്റ് സ്ഥലമുണ്ട്? അല്ല, ഇതാരാണ്? എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം ചേച്ചി. ഈ പറമ്പ് എത്ര സെന്റാണ്? അത് 4.5 സെന്റ് സ്ഥലം. 4.5 സെന്റാ? അപ്പൊ ഈ വഴി രണ്ടു കൂട്ടർ കൊണ്ടുള്ളാണോ? ഏയ്, ഞങ്ങളുടെ ആധാരത്തില് ഇതവിടം വരെ ഉണ്ട്. അത്രയും വരെ. ഇത് ഞങ്ങളുടെ വഴിയാണ്. ഇത് ആർക്കും വഴിയില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വേലി കേട്ടാ. നീ വിടാനടാ, നിനക്കൊല്ലം അറിയാമോ? ഇതൊക്കെ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലേ ആ നേരത്ത് കൊലപാതകം നടക്കും. അല്ല, വർഗീസേട്ടൻ പറഞ്ഞതേ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കൂടിയുള്ള വഴിയാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അതൊരിക്കലും ശരിയാവില്ല. ഇതിപ്പോ എത്ര പേര് വന്ന് നോക്കിയിട്ട് പോയതാണ്. എന്നാ പോട്ടെ. എന്നാ അയൽവക്കത്ത് ചോദിച്ചാലേ ശരിക്കുള്ള കാര്യം അറിയാൻ പറ്റുള്ളൂ. എന്റെ കോഴി, നിന്റെ പറമ്പിയാൻ വിറ്റ് തരാട്ടാ. ഏതാടാ പടം? കാണാൻ പാടില്ലേ?
ഇന്നുവരെ മുട്ടിയിട്ടില്ലാത്ത പോലെ. 2 പോരാ. ഭാരത സർക്കാർ കുടുംബാസൂത്രണം നാമൊന്ന് നമുക്കൊന്ന്. അവന്മാര് പലതും പറയും. നമ്മൾ ആസൂത്രണത്തിന് മാറ്റൊന്നുമില്ല കേട്ടാ. നല്ലൊരു ഭാവി. ചോറല്ല പറഞ്ഞാലേ കാണാൻ പോവല്ലേ, അല്ലേ കാണാത്ത കഥ കടച്ചേക്കാം. പിന്നെ ഞാനിപ്പോ കിടക്കാം. ലൈലാബീഗത്തിന്റെ അറബി കാപ്പി എന്റെ ഇത് പണിയണെങ്കിൽ എത്ര രൂപ? ഇതിന് പണിയാണോ? ഇത് കൊടുത്ത് വേറൊരെണ്ണം വാങ്ങിക്കാൻ നോക്ക്. ഇരിക്കുന്ന നോക്കിയാണ് എന്നെ മുടക്കി. ഞാൻ എന്ത് ചെയ്തട്ടാ? നിങ്ങൾക്ക് ഈ ചെക്കനെ വിറ്റ് കാശ് വാങ്ങിച്ചൂടെ? വല്ലോം പറ. ആ ചെറുക്കനെ വിറ്റാ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ തലേ കയറി ഇറങ്ങും. എന്നിട്ടൊരു കാർ വാങ്ങിക്കും. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. ആ നോക്ക്. നീ എന്ത് ചെയ്യാൻ മാറി. വണ്ടി സ്റ്റാർട്ട് ചെയ്യടാ. സോറി. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. മേരി ചേച്ചി, എന്തു പറ്റി സുജാത ഇത്? തോമസ് രാവിലെ ഓട്ടം കഴിഞ്ഞ് വന്ന് വണ്ടി നിർത്തിയേച്ചും ചായ കുടിക്കാൻ പോയതാണ്. ആ നേരം റിട്ടോ കയറി ഗിയറിലെങ്ങാനും തട്ടി. ഇതാ കിടക്കണ് ജീപ്പ് മറിഞ്ഞ് കുഴിയില്. ചെറുക്കനൊന്നും പറ്റിയ? ചെറുക്കനൊന്നും പറ്റിയില്ല. അവന്റെ സിനിമ സ്റ്റൈലിൽ ചാടി. ദൈവത്തിന്റെ കൃപ. കണ്ണി കൊള്ളാനുള്ളത് പിരിയത്തും ഉണ്ടല്ല. ചെറുക്കൻ ഇന്ന് കൊള്ളാനുള്ളത് എന്തായാലും ഇന്ന് കൊള്ളു. സിന്ധു എന്തേ? സിന്ധുവിനെ വിളിച്ചിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് പോയേക്കണേണ്, ഇപ്പൊ വരും. മേരി ചേച്ചി, ഓ ജോർജേട്ടൻ പകുതി വരെ വന്നിട്ട് തിരിച്ചു പോയല്ല. ഇങ്ങനെയാണ് ഈ നാട്ടിലെ ആണുങ്ങളൊക്കെ. ഓ നീ നേരത്തെ വന്നിരുന്നെങ്കിൽ തല്ലിക്കറ്റം വേറെ ആളെ വേണ്ടായിരുന്നില്ല. ഒന്ന് ഓടിയണേ. അതെ, ഞാൻ തമാശ പറഞ്ഞതല്ല. ആരാണ്ട് വിളിച്ച ഫോണും കൊണ്ട് ഓടിപ്പോയേക്കണത്. ഇനി വല്ലരും മരിച്ചോ ആവോ.